അവതരിപ്പിച്ച ഗംഭീരമെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാരടക്കം വാഴ്ത്തുന്ന ഒരു പ്രബന്ധമാണ്. കേരളത്തിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ്, കേരളത്തിന്റെ വാസ്തുകലയെ കുറിച്ചാണ് പ്രബന്ധം. മുഖ്യമന്ത്രി രസകരമായിട്ടൊക്കെ അദ്ദേഹം അവരിങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന് ഉൾക്കാമ്പം എന്ന് വെച്ചാൽ ആ പഠനം കേന്ദ്രീകരിക്കുന്നത് 8 കെട്ടിനെ കുറിച്ച് 4 കെട്ടിനെ കുറിച്ചാണ്. 8 കെട്ടും 4 കെട്ടും എത്ര ഉണ്ടായിരുന്നു കേരളത്തിൽ? അതിനെയാണ് കേരളത്തിന്റെ വാസ്തുകലയായി അംഗീകരിക്കുന്നത്. ശ്രദ്ധിക്കണം, 8 കെട്ടിലും 4 കെട്ടിലും കിടന്ന ആൾക്കാർ എത്ര ശതമാനമുണ്ട്? എല്ലാ ബ്രാഹ്മണർക്കും പോലെ 8 കെട്ടില്ല, 4 കെട്ടുമില്ല, 16 കെട്ടുമില്ല. പക്ഷേ കേരളം എന്ന രീതിയിൽ ഒരു മാതൃമാതൃക ഉണ്ടാക്കുമ്പോൾ എലീറ്റായ സഭകളെ മാത്രം എടുത്ത് പുകഴ്ത്തുന്ന ഏർപ്പാട് ഈ അക്കാഡമിക്സിലും വരുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ബാധ്യത കൂടി ഇത്തരം സെമിനാറുകൾക്കുണ്ട്, ഇത്തരം പ്രമേയ മൂല്യങ്ങൾക്ക് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഒരു ജനതയുടെ എല്ലാ തരത്തിലുമുള്ള ആവിഷ്കാരങ്ങളുടെ കൂട്ടത്തെയാണ് കൾച്ചർ എന്ന് വിളിക്കുന്നത്. പാലുകൂടി മാത്രമല്ല, കണ്ണുകൂടി സംസ്കാരത്തിനകത്താണ്. വെജിറ്റേറിയൻ മാത്രമല്ല, നോൺ വെജിറ്റേറിയൻ സംസ്കാരത്തിനകത്താണ് എന്നായി പറഞ്ഞത്. വെളുപ്പ് മാത്രമല്ല, കറുപ്പും സംസ്കാരത്തിനകത്താണ് എന്നാണ് ഈ പറഞ്ഞത്. അതിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആശയധാരണയിലേക്ക് നമ്മൾ വരിക വഴിയാണ് ജനാധിപത്യം പകൽ പോലെ വിനിയുക. അല്ലാത്തടത്തോളം കാലം അത് ഹൈജാക്ക് ചെയ്യപ്പെട്ട സംഗതിയായി തീരുന്നു. അതുകൊണ്ട് ഫോക്കിലോർ എന്നത് ഞാൻ പറഞ്ഞ വാക്യത്തിന് തിരിച്ചു വരട്ടെ, നാം നമ്മെക്കുറിച്ച് തന്നെ പറയുന്നതിന്റെ ഒറ്റ പേരാണ്. നാം നമ്മുടെ വാസനയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ചൊക്കെയുള്ള വർത്തമാനത്തിന്റെ പേരാണ് ഫോക്കിലോർ. അത് ഏതോ കാലത്ത് അവ തീർന്നു പോയതായി ധരിക്കരുത്. അത് ശബത്തക്കടയിൽ അടക്കം ചെയ്യപ്പെട്ട ഒരു ഏർപ്പാടിന്റെ പേരല്ല, അതൊരു മ്യൂസിയം പീസല്ല. അത് വർത്തമാനകാലത്തോടൊപ്പം നമ്മോടൊപ്പം കൂടെ പോകുക, നമ്മോടൊപ്പം സഞ്ചരിക്കുന്നതാണ്. അത് റെലിക്കായിട്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല, അത് രൂപമാറ്റങ്ങളൊക്കെ വരും. ഇപ്പൊ ആദ്യമില്ലല്ലോ അന്തമില്ലെന്നുള്ള പാട്ട് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. 200 കൊല്ലം മുമ്പ് ആ പാട്ട് വേറെ തരത്തിലായിരിക്കും പാടിയിട്ടുണ്ടാകും. വാക്കുകൾക്ക് മാറ്റം ഉണ്ടാകും, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. കാരണം 18-ാം നൂറ്റാണ്ടിലൊക്കെ കൃത വായിച്ചു നോക്കും, അതിന്റെ ഭാഷ വേറെയല്ല. അന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി